നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റമാണ് KFC എന്ന കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്തിലെ താരമാണ് KFC. ജീവിതത്തിൽ എല്ലായിടത്തും പരാജയപ്പെട്ട് ആത്മഹത്യക്കൊരുങ്ങിയ ഒരാളിൽ തന്റെ അവസാനത്തെ ചിന്തകളിൽ നിന്നും മുട്ടിട്ട ഐഡിയയാണ് ഇന്നത്തെ KFC എന്നത് അതിശയകരമായ കാര്യമാണ്. ജീവിതത്തിൽ ഉന്നതികളിൽ എത്തപ്പെട്ട ആളുകളുടെ കഥ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു പ്രചോദനമാണ്. അതിൽ നിന്നും കേണൽ ഹാർലാൻ ഡേവിഡ് സാൻഡേഴ്സിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം തന്റെ പാഷനെ തിരിച്ചറിഞ്ഞ പ്രായമാണ്. അമേരിക്കയിലെ ഇന്ത്യാനയിലെ ഹെൻറിവില്ലയിൽ 1890 സെപ്റ്റംബർ 9 ഹാർലാൻ ഡേവിഡ് സാൻഡേഴ്സ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ 6ാമത്തെ വയസ്സിൽ പിതാവ് മരിക്കുകയും കുടുംബത്തിന്റെ ചുമതല അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു. 16ാം വയസ്സിൽ തന്റെ 7ാം ക്ലാസ് പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം പല ജോലിക്കും പോയി. കണ്ടക്ടറായി ജോലി ചെയ്തു, സെയിൽസ്മാനായി, റെയിൽവേയിൽ കൽക്കരി നിറക്കുന്ന ജോലിക്കാരനായി നിന്നു. അങ്ങനെ പല പല ജോലികൾ. എന്നാൽ ഒരിടത്തും സ്ഥിരമായി ജോലി ചെയ്തു വരുമാനം ഉണ്ടാക്കാൻ സാൻഡേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. ദേഷ്യക്കാരനായ സാൻഡേഴ്സിന് പലയിടത്തും സഹപ്രവർത്തകരുമായി അടിപിടിയുണ്ടാക്കി ജോലിയിൽ നിന്ന് ഒഴിയേണ്ടി വന്നു. സാൻഡേഴ്സിന് പട്ടാളത്തിൽ ജോലി ലഭിക്കുകയുണ്ടായി. അവിടെയും 1 വർഷം മാത്രമേ ജോലി ചെയ്തുള്ളൂ. പിന്നീട് നിയമം പഠിച്ചു. ഒരു അടിപിടിയിലൂടെ സാൻഡേഴ്സിന്റെ ലീഗൽ കരിയർ കൂടെ അവസാനിച്ചു. പിന്നീട് അദ്ദേഹം തന്റെ അമ്മയോടൊപ്പം ഇൻഷുറൻസ് സെയിൽസിനിറങ്ങി. ദേഷ്യ സ്വഭാവം കാരണം അതിൽ നിന്നും സാൻഡേഴ്സ് പുറത്തായി. 1920 അദ്ദേഹം ഒരു ചെറിയ ഫെറി ബോട്ട് കമ്പനി തുടങ്ങി. ആ ബിസിനസിനു വേണ്ടി പണം കണ്ടെത്താൻ അദ്ദേഹം ഒരു വിളക്ക് നിർമ്മാണ കമ്പനി നടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. പക്ഷെ ആ സമയത്ത് മറ്റൊരു കമ്പനി അതിന്റെ വിൽപ്പന നല്ല തോതിൽ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. 17ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹിതനായി. എന്നാൽ വിവാഹ ജീവിതവും വലിയ പരാജയമായിരുന്നു. 2 വർഷത്തിനു ശേഷം ഭാര്യ ഉപേക്ഷിച്ചു പോയി. പിന്നീട് അദ്ദേഹം ഒരു ഹോട്ടലിൽ തൂപ്പുകാരനായി ജോലി ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞ് ആ ഹോട്ടലിൽ അദ്ദേഹം സപ്ലയറായി. പിന്നീട് പാചകത്തിൽ സഹായിയായി നിന്നുകൊണ്ട് പാചകം നന്നായി പഠിച്ചു. നല്ല രുചിയോടുകൂടി ചിക്കൻ വിഭവങ്ങൾ പാചകം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പലരും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. കുറെ കാലങ്ങളായി ജോലി ചെയ്തതിനു ശേഷം ഹോട്ടൽ ഉടമ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. പിന്നീട് അദ്ദേഹം ഒരു സർവീസ് സ്റ്റേഷനിൽ ചിക്കൻ വിഭവങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവിടെയും ഒരു എതിരാളിയുമായി തർക്കമുണ്ടായി. അത് വെടിവെപ്പിൽ കലാശിച്ചു. സാൻഡേഴ്സ് കടുത്ത നിരാശയിലായി. തനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാനായില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി. പിന്നോട്ട് ചിന്തിച്ചാൽ മുഴുനീള പരാജയം മാത്രം. എന്തിനിനി ഇങ്ങനെയൊരു ജീവിതം എന്ന് ചിന്തിച്ച് അദ്ദേഹം ആത്മഹത്യക്ക് തയ്യാറായി. ഒരു മരച്ചുവെട്ടിൽ പോയിരുന്ന് അദ്ദേഹം തന്റെ ജീവിതത്തെ അവസാനമായി ഒന്ന് ചികഞ്ഞെടുത്തു. ജീവിതത്തിൽ തനിക്ക് ഒരിടത്തും ഒരു വിലയും ലഭിച്ചിട്ടില്ല. തൊട്ടതെല്ലാം പരാജയങ്ങൾ മാത്രം. ആകെ തനിക്ക് അഭിനന്ദന വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്റെ പാചകത്തിലുള്ള കഴിവിനാണെന്ന് അദ്ദേഹം ഓർത്തെടുത്തു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഐഡിയ തെളിഞ്ഞു. US ഗവൺമെന്റിന്റെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിൽ നിന്നും അദ്ദേഹത്തിന് $99 ലഭിച്ചിരുന്നു. അത് വളരെ തുച്ഛമായ തുകയാണ്. എന്നിരുന്നാലും അതുപയോഗിച്ച് പാചകം ആരംഭിച്ചാലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഒരു മികച്ച സമയത്തിനായി കാത്തിരിക്കാനുള്ള മനസ്സൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല. ഉടനെ തന്നെ വഴിയോരത്ത് ഒരു തട്ടുകട ആരംഭിച്ചു. എന്നത്തെയും പോലെ പുരോഗതി കണ്ടില്ല. 2ാം ലോക മഹായുദ്ധത്തോടുകൂടി അത് അടച്ചുപൂട്ടേണ്ടി വന്നു. ഒരു പുതിയ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലുദിച്ചു. അന്നുവരെ എവിടെയും വീടുകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. സാൻഡേഴ്സ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നടന്നു വീടുകളിൽ വിൽപ്പന നടത്തി. അതിലും പുരോഗതി കണ്ടില്ല. എന്നാൽ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ റെസിപ്പിയിൽ താല്പര്യമുള്ള ആളുകൾ അദ്ദേഹത്തെ വീണ്ടും സമീപിച്ചിരുന്നു. ഒരു പ്രതീക്ഷ സാൻഡേഴ്സ് നിലനിർത്തി. തന്റെ ചിക്കൻ ഫ്രൈയുമായി അദ്ദേഹം റെസ്റ്റോറന്റുകളിൽ കയറിയിറങ്ങി. സാൻഡേഴ്സ് കയറിയ 1009 റെസ്റ്റോറന്റുകളും അദ്ദേഹത്തിന്റെ വിഭവം നിരസിച്ചു. ഒടുവിൽ ഒരു റെസ്റ്റോറന്റ് ഉടമ സാൻഡേഴ്സിന്റെ ചിക്കൻ ഫ്രൈ വാങ്ങി. വിൽപ്പന നടന്നാൽ കാശു തരാം എന്ന് പറഞ്ഞു. വൈകുന്നേരം പോയി സാൻഡേഴ്സ് കാശു വാങ്ങി. പിന്നീട് കുറെ കാലം ഇത് പതിവായി. ആദ്യമെല്ലാം റെസ്റ്റോറന്റിൽ ചിക്കൻ ഫ്രൈ ബാക്കി വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി വരാതായി. ആവശ്യക്കാർ കൂടിയതോടെ റെസ്റ്റോറന്റ് ഉടമ കൂടുതൽ ഓർഡർ നൽകി. $85 കടം വാങ്ങി വീണ്ടും ബിസിനസ് തുടർന്നു. പിന്നീട് പല റെസ്റ്റോറന്റ് ഉടമകളും സാൻഡേഴ്സിനെ സമീപിച്ചു. 1940 ആയപ്പോഴേക്കും സാൻഡേഴ്സ് ഒരു പെർഫെക്റ്റ് ചിക്കൻ റെസിപ്പി തയ്യാറാക്കി.
11 തരം ഹെർബ്സും സ്പൈസസും ചേർത്ത മസാല പുരട്ടി വറുത്ത ചിക്കൻ. തന്റെ ഫ്രൈഡ് ചിക്കൻ റെസിപ്പിക്ക് അദ്ദേഹം പേറ്റന്റ് നേടി. യുഎസിലെ കെന്റക്കി ആസ്ഥാനമാക്കി അദ്ദേഹം ഒരു കമ്പനി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. സാൻഡേഴ്സിന്റെ സീക്രട്ട് റെസിപ്പിക്ക് കെന്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന പേരിട്ടു. 1952 തന്റെ 65ാമത്തെ വയസ്സിൽ ഉട്ടാഹിൽ എന്ന സ്ഥലത്ത് സാൻഡേഴ്സ് തന്റെ ആദ്യത്തെ KFC ഫ്രാഞ്ചൈസി തുടങ്ങി. അത് വമ്പൻ ഹിറ്റായി മാറി. KFC ഫ്രാഞ്ചൈസികൾ രാജ്യത്തുടനീളം പ്രചരിപ്പിക്കാനും കൂടുതൽ തൊഴിലാളികളെ നിയമിക്കാനും തുടങ്ങി. വലിയ രീതിയിൽ വിൽപ്പന നടന്നു. അതായത് 65 വയസ്സിൽ സാൻഡേഴ്സ് വിജയത്തെ തന്റെ കൈപ്പിടിയിലൊതുക്കി. 1964 പ്രായാധിക്യം കാരണം 73ാമത്തെ വയസ്സിൽ സാൻഡേഴ്സ് തന്റെ കമ്പനി നിക്ഷേപകരായ ജോൺ വൈ ബ്രൗണിനും ജാക്ക് സി മാസിക്കും അന്നത്തെ $2 മില്യൺ വിറ്റു. അതിന്റെ പേറ്റന്റ് അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു. 85 വയസ്സിനു ശേഷം അദ്ദേഹം ലോകത്തിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറി. 1980 ഡിസംബർ 16 കേണൽ ഹാർലാൻഡ് ഡേവിഡ് സാൻഡേഴ്സ് മരണപ്പെട്ടു. 90ാമത്തെ വയസ്സിൽ സാൻഡേഴ്സ് മരിക്കുമ്പോൾ 48 രാജ്യങ്ങളിലായി 6000 KFC ലൊക്കേഷനുകൾ ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി ഉടമസ്ഥാവകാശം കൈമാറി പെപ്സിക്കോ കമ്പനി KFC ഏറ്റെടുത്തു. പെപ്സിക്കോ KFCയുടെ റെസ്റ്റോറന്റുകളെ ട്രൈക്കൺ ഗ്ലോബൽ റെസ്റ്റോറന്റുകളാക്കി മാറ്റി. പിന്നീട് അതിന്റെ പേര് എം ബ്രാൻഡ്സ് എന്നായി മാറി. അതായത് നിലവിൽ KFCയുടെ ഉടമസ്ഥാവകാശം പിസ്സ ഹട്ടിന്റെ ഓണറായ എം ബ്രാൻഡ്സിനാണ്. ഇന്ന് ലോകത്തിലെ 2ാമത്തെ വലിയ ഭക്ഷ്യശൃംഖലയാണ് KFC. ഇന്ന് ഏകദേശം 141 രാജ്യങ്ങളിൽ 30,000-ൽ പരം ഔട്ട്ലെറ്റുകളിലായി KFC ഉണ്ട്. ഇനി ഈ KFC നമുക്ക് എന്ത് പാഠമാണ് നൽകുന്നതെന്ന് നോക്കാം. പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വന്ന ഒരാൾക്ക് ഇത്ര വലിയ ഒരു നേട്ടം എങ്ങനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു? നഷ്ടപ്പെട്ടത് ചിന്തിച്ചിരുന്ന് ജീവിതത്തെ പ്രാകുന്നതിന് പകരം തന്നിൽ ഇനി എന്തു ബാക്കിയുണ്ട്, അല്ലെങ്കിൽ തനിക്കുള്ള ഒരേ ഒരു പോസിറ്റീവ് തിങ് ഉപയോഗപ്പെടുത്താനുള്ള സാൻഡേഴ്സിന്റെ ഉറച്ച തീരുമാനമാണ് അദ്ദേഹത്തെ ലോകമറിയപ്പെടുന്ന ഒരു കോടീശ്വരനാക്കി മാറ്റിയത്. അദ്ദേഹം നമുക്ക് തരുന്നത് ഒരു വലിയ ജീവിത പാഠമാണ്. ജീവിതത്തിൽ വിജയം നേടാൻ ഒന്നും ഒരു തടസ്സമല്ല, പ്രായം പോലും. ഇനിയും തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ മറ്റൊരു ശക്തിക്കും നിങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല. തന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള കാലം അവസാനിച്ചു എന്ന് പശ്ചാത്തപിച്ച് ജീവിതം ഇഴച്ചു നീക്കുകയോ ആത്മഹത്യക്ക് മുതിരുകയോ ചെയ്യുന്ന യുവത്വം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. 65 വയസ്സിൽ വിജയത്തെ കൈപ്പിടിയിലൊതുക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും ആയിക്കൂടാ? സ്വയം ഒന്ന് വിലയിരുത്തി നിങ്ങളിൽ എന്തെന്ന് കണ്ടറിയാൻ ശ്രമിക്കുക. ലക്ഷ്യം വിജയത്തിലുറപ്പിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. നാളത്തെ ലോകം നിങ്ങളുടേതാണ്.